ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. നിർണായകമായ മൊഴികളാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ ചർച്ച ചെയ്യപ്പെടുന്നത്. എ പത്മകുമാർ വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ, തന്ത്രിയും മന്ത്രിയും ഒക്കെയായി ബന്ധമുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്ന വിവരങ്ങൾ, താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? സ്വാഭാവികമായിട്ട് ഇതിന്റെ ഒത്തിരി കെട്ടുപാടുകൾ പുറത്തു വരികയാണ്. ദുരൂഹ സാഹചര്യങ്ങൾ നിൽക്കുകയാണ്. ആ ദുരൂഹത ഒഴിവാക്കണമെന്ന് വരികിൽ തന്നെ അന്വേഷണം കൃത്യമായിട്ട് പോയേ മതിയാവും. അതിൽ ഡിലേ ഉണ്ടാകുന്നത് ഒട്ടും ശരിയാവില്ല എന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് ഇതിനകത്തെ സത്യസ്ഥിതി പുറത്തു വരണം. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളും സമൂഹത്തിൽ ഏറ്റവും വലിയ രൂപത്തിൽ ആശങ്കകൾ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ആരൊക്കെ ഇതിനകത്ത് ഉത്തരവാദികളാണ്, ആരൊക്കെ ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. ശ്രീ പത്മകുമാറിന്റെ വകയായി ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യങ്ങൾ അതുകൂടി അനലൈസ് ചെയ്തുകൊണ്ട് ഇതിനേക്കാൾ അപ്പുറത്തേക്ക് അവിടെ പോകാൻ പറ്റും എന്നുള്ളത് അന്വേഷണ സംഘം നോക്കേണ്ടതാണ്. അവർ നോക്കുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കിപ്പോൾ തീർത്തു പറയാനും കഴിയില്ല. കോടതി നിരീക്ഷണത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഇത്രയും വരെ ഈ SIT-യുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി. ഇനിയും അത് അങ്ങനെ തന്നെ പോകുമെന്ന് നമുക്ക് കരുതാമോ? കോടതിയുടെ മേൽനോട്ടം നമുക്ക് പ്രത്യാശിക്കാം. കാരണം കോടതിയാണ് ഇതിന്റെ ഡെമോക്രസിന്റെ വാള് പോലെ ഇതിന്റെ മേളിൽ നിൽക്കുന്നത്. ആ കോടതി വിധി ഉള്ളത് കൊണ്ട് സത്യസന്ധമായി പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് നിഷ്പക്ഷമായി പോകാനുള്ള ഒരു പ്രൊട്ടക്ഷൻ കിട്ടുകയാണ്. അത് എവിടം വരെ പോകാൻ അനുവദിക്കും എന്നുള്ള ചോദ്യവുമുണ്ട്. അവിടെയാണ് ഏത് നിമിഷത്തിൽ വേണമെങ്കിലും ബ്രേക്ക് വീണേക്കുമോ എന്ന ആളുകൾ ആശങ്കപ്പെടുന്നത്. അതുകൊണ്ട് സ്വതന്ത്രമായി മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ കോടതി തന്നെ ശക്തമായ നിലപാടെടുക്കണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്.